ബി.ജെ.പി. നേതൃയോഗത്തിൽ സി.കെ. പത്മനാഭനും എ.എൻ. രാധാകൃഷ്ണനും വിമർശനം. ചെഗുവേര പരാമർശമടക്കമുള്ളവ നിരത്തിയാണ് ജനറൽ സെക്രട്ടറിമാരടക്കം സി.കെ.പിയുടെ നിലപാടുകളെ എതിർത്തത്. എ.എൻ. രാധാകൃഷ്ണന്റെ വിവാദ പരാമർശങ്ങൾ അനവസരത്തിലായെന്നും വിമർശനമുയർന്നു. അതിനിടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന വിമർശനം കേന്ദ്ര നേതൃത്വത്തിനുണ്ടെന്നാണ് സൂചന. ചെഗുവേരയെ പുകഴ്ത്തിയതടക്കമുള്ള സി.കെ.പിയുടെ നിലപാടുകൾക്കെതിരെ നിശിതമായ വിമർശനമാണ് കോർ കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലും ഉയർന്നത്. വിവേകാനന്ദൻ അടക്കമുള്ള വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കാട്ടുന്നതിനു പകരം ചെഗുവേരയെ മാതൃകയാക്കണമെന്ന് സി.കെ.പി. പറഞ്ഞതിനോട് യോജിക്കാനാവില്ലെന്ന് ജനറൽ സെക്രട്ടറിമാരടക്കം ഭൂരിഭാഗം പേരും നിലപാടെടുത്തു. എം.ടിയും കമലും വിമർശനത്തിന് അതീതരല്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. അതേസമയം വിമർശിക്കാമെങ്കിലും എ.എൻ. രാധാകൃഷ്ണന്റെ പ്രസ്താവന അനവസരത്തിലായിപ്പോയെന്നും യാത്രയുടെ ശോഭ കെടുത്തിയെന്നും ചില അംഗങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ നേരത്തെ കോർ കമ്മിറ്റി യോഗത്തിലെത്തിയ സി.കെ.പിയെ എ.എൻ. രാധാകൃഷ്ണൻ സ്വീകരിക്കാനെത്തിയതും കൗതുകമായി. RSS നേതൃത്വവും സി.കെ.പിയുടെ ചെഗുവേര പരാമർശത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച പറ്റിയെന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ടെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, രാഷ്ട്രീയ പ്രമേയം തുടങ്ങിയ കാര്യങ്ങളിലും വിശദമായ ചർച്ചകൾ നടന്നു. വിവാദങ്ങൾ പാർട്ടിക്ക് ദോഷം ചെയ്തെന്നാണ് യോഗത്തിന്റെ പൊതുവികാരം. പ്രശ്നങ്ങൾ രമ്യമായി പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന നിർദ്ദേശമാണ് RSS നൽകിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും KB ശ്രീധരനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്. ചെഗുവേരയിൽ ചേരിതിരിവ് എന്തുകൊണ്ട് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി.ജെ.പി. മാധ്യമ വിഭാഗം കൺവീനറും ജന്മഭൂമി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററുമായ K. കുഞ്ഞിക്കണ്ണൻ, CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കവിയും രാഷ്ട്രീയ ചിന്തകനുമായ KC ഉമേഷ് ബാബു എന്നിവർ. CPM-ലേക്ക് എത്തിയ നേതാവ് OK വാസു, ഇടത് ചിന്തകൻ NM പിയേഴ്സൺ, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP എന്നിവർ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കുചേരും. അതിഥികളിലേക്ക് പോകും മുൻപ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.